കിടപ്പറയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇത് കണ്ണൂരിൽ നിന്നും ഒരു യുവാവ് അയച്ചു തന്ന ചോദ്യമാണ്. അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് 25 വയസ്സ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു യുവതിയുമായി പ്രേമത്തിലാണ്. ഞങ്ങളുടെ പ്രേമത്തെക്കുറിച്ച് വീട്ടുകാർക്കറിയാം. പക്ഷേ അവരുടെ സമ്മതം കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് വിവാഹിതരാകാൻ സാധിക്കുകയുള്ളൂ. ഇതിന് ഏകദേശം 2 വർഷം താമസിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇതിനിടയിൽ ഞങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടാൻ സൗകര്യമൊരുക്കാൻ സാധിക്കുമോ എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ ഗർഭിണിയായാൽ എന്ത് ചെയ്യുമെന്ന ഒരു സംശയം ഞങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗർഭം ധരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതിന് ഉള്ള മറുപടി ഒന്ന് തന്ന് സഹായിക്കുമോ? പ്രേമവിവാഹങ്ങൾ പരസ്പരം അറിഞ്ഞുകൊണ്ട് നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഭാവിയിൽ ഉണ്ടാകാനുള്ള കുടുംബ കലഹങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ ഇതുകൊണ്ട് സാധിക്കും. എന്നാൽ പ്രേമവിവാഹങ്ങൾ പരാജയപ്പെടുന്നതായി നിരവധി സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. വിവാഹത്തിന് മുൻപ് ലൈംഗിക ബന്ധങ്ങൾ പുലർത്തുന്ന പതിവ് വിദേശം വഴി അനുവദനീയമാണ്. എന്നാൽ ഭാരതീയ സംസ്കാരം അനുസരിച്ച് അത്തരം നടപടികൾ ഇവിടെ ഇല്ല. അവിഹിത ബന്ധങ്ങൾ നടക്കാറുണ്ടെങ്കിലും അവ ആദ്യ രാത്രിയിൽ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിൽ നിങ്ങൾ എത്രയും വേഗം വിവാഹിതരായി ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് നല്ലത്. വിവാഹത്തിന് മുൻപേ സംഭോഗത്തിൽ ഏർപ്പെടുമ്പോൾ ആദ്യ രാത്രിയിൽ അനുഭവിക്കേണ്ടുന്ന ആനന്ദം നഷ്ടപ്പെടും. അവിഹിത ബന്ധങ്ങൾ എപ്പോഴും ഭയത്തോടും ഉത്കണ്ഠയോടും കൂടിയായിരിക്കും. ഈ അനുഭവങ്ങൾ കിടപ്പറയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം ആദ്യ ലൈംഗിക ബന്ധത്തിലുണ്ടായ അനുഭവങ്ങൾ പിന്നീടുള്ള ലൈംഗിക വീഴ്ചകളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഭർത്താവ് സമ്പന്നൻ, ഭാര്യ ഇടത്തരക്കാരി. അവരുടെ വിവാഹം അതിഗംഭീരമായി നടന്നു. എന്നാൽ ആദ്യ രാത്രിയിലെ ലൈംഗിക ബന്ധം വളരെ വിരസമായിട്ടാണ് അവർക്ക് അനുഭവപ്പെട്ടത്. കാരണം ഭാര്യയ്ക്ക് പട്ടുമെത്തൽ കിടന്നുള്ള സംഭോഗത്തിൽ നിന്നും രതിസുഖം അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അവരുടെ പരാതി. ഇതിന് കാരണം ഈ സ്ത്രീയുടെ ആദ്യകാല ലൈംഗിക വീഴ്ചകൾ ഒരു കീറപ്പായിൽ നിന്നായിരുന്നു എന്നതാണ് അതിന് ഉള്ള കാരണം. അപ്പോൾ ആ രംഗം സ്ത്രീയുടെ മനസ്സിൽ ഫിക്സേഷൻ സംഭവിച്ചു. അതിൻ്റെ ഫലമാണ് പട്ടുമെത്തയിൽ കിടന്നാലും സംഭവത്തിലൂടെ രതിസുഖം അനുഭവിക്കാൻ സാധിക്കാത്തതിന് കാരണം. അപ്പോൾ ഇത് കുടുംബ കലഹങ്ങൾക്ക് ഇട നൽകി ഒടുവിൽ അവർ വിവാഹമോചനത്തിലേക്ക് വരെ എത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത്.